ഇവർ രണ്ടുപേരും ഇനിയും ഒരുമിച്ചാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ബ്ലാസ്റ്റ്. മലയാള സിനിമ ആ വിധത്തിലൊരു ബ്ലാസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ ഒരുമിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരസ്യം. അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ കാവലുണ്ടാവുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ആരാണ് അവൻ? എന്താ ഒരു എക്സൈറ്റ്മെന്റ്! ഏതാണ്ട് ആ ലൈനിലുള്ള പരിപാടിയാണ്. എന്റർടൈൻമെന്റ്. ഞാൻ പറയട്ടെ ഒന്നാം തീയതി കാണട്ടെ ആൾക്ക്. അപ്പൊ പിന്നെ അന്ന് മറ്റേ അവനെ ചോദിക്കരുത്. ഇല്ലേ, പല നടന്മാരെയും ഇൻസ്പയർ ചെയ്തേ ഇരിക്കുന്ന മമ്മൂക്ക തന്നെയാണ്. ഈ ഒരു മാറ്റത്തിന് എങ്ങനെ മമ്മൂക്ക ഇൻസ്പയർ ആയിട്ടുണ്ടാവുക? എങ്ങനെയുണ്ട് ആ ബ്രാൻഡുകളുടെ മക്കൾ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതിന്റെയും കൊച്ചിന്റെയും മക്കളുടെ കൂടെ അഭിനയിക്കാം. ഐസ് ഒന്ന് വളർന്നു വന്നോട്ടെ. ഞാനിതുവരെ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. പകരം വെക്കാനുള്ള കാര്യം എന്റെ പ്രേമിക്കാന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. അതുമല്ല, ആ സമയമൊക്കെ വേറെ എന്തെല്ലാം കാര്യങ്ങളെന്നുള്ളത് പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറയാനല്ലോ. പാട്ടൊന്നും പാടി പറയേണ്ട. ഞാനൊക്കെ രക്ഷപ്പെട്ടു. അല്ല, ഈ സിനിമയിൽ എനിക്കൊരു പാട്ടുണ്ട് കേട്ടോ. എവിടെ കറങ്ങി കിടക്കുമ്പോൾ പുറയുന്ന ആരോ പാടുന്നതാണ്. ഇതെങ്ങും നടന്ന കഥയല്ല, ഇപ്പോൾ നടക്കുന്ന കഥയുമാണ്. ഒരിക്കലും നടക്കരുതാത്ത കഥയാണ്. പാട്രിയോട്ട് എന്ന സിനിമയുടെ ടീസറിൽ ഫഹദ് പറയുന്ന ഒരു വരിയുണ്ട്. ഇവർ രണ്ടുപേരും ഇനിയും ഒരുമിച്ചാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ബ്ലാസ്റ്റ്. മലയാള സിനിമ ആ വിധത്തിലൊരു ബ്ലാസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ ഒരുമിക്കുന്നു എന്നത് തന്നെയാണ് പാട്രിയോട്ടിൻ്റെ ഏറ്റവും വലിയ പരസ്യം. അതോടൊപ്പം സിനിമയിലെ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റാർസ് ഓഫ് പാട്രിയോട്ടും ഈ ഒരു ഇൻ്റർവ്യൂവിൽ ചേരുന്നു. രേവതി മാം, സെറീന, കുഞ്ചാക്കോ ബോബൻ, രാജീവ് മേനോൻ, ദർശന ആൻഡ് വൺ ആൻഡ് ഓൺലി മമ്മൂക്ക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്ക, ലാലേട്ടൻ ഇവർ ഒരുമിക്കുന്നതുകൊണ്ടാണോ ഈ ബ്രഹ്മാണ്ടവും ഈ വലുപ്പവും പടത്തിന്, അതോ ഈ കഥ ഇത് ആവശ്യപ്പെടുന്നുണ്ടോ? ഒരുമിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയല്ല, സിനിമ ആണ് ഞങ്ങളെ ഒരുമിച്ചത്. ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും നമുക്ക് രണ്ടുപേർക്കും ചേരുന്നതും അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മധൈര്യം ഉള്ളത് കൊണ്ടുമാണ് ഈ സിനിമയിൽ കണ്ടുവരുന്നത്. ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങളും നമുക്ക് പരിചയമല്ലെങ്കിലും ഇതെവിടെയെങ്കിലുമൊക്കെ നടന്നേക്കാവുന്നതും നടക്കരുതാത്തതുമായ കഥയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം, ഇതെങ്ങും നടന്ന കഥയല്ല, ഇപ്പോൾ നടക്കുന്ന കഥയുമല്ല, ഒരിക്കലും നടക്കരുതാത്ത കഥയാണ്. മനസ്സിലേക്കാണോ? ഡെഫിനറ്റ്ലി. സിനിമ ആണ് മനസ്സിലാവും. നാടിനെ സംബന്ധിക്കുന്നതും നമ്മളെ സംബന്ധിക്കുന്നതുമായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക കൂടിയാണ് സിനിമ ചെയ്യുന്നത്. നമ്മളെന്നും ഓരോ വാർത്തകളും ചതിയും പറ്റിക്കൽപ്പെടുന്നത് ദിവസേന കേൾക്കുന്നില്ലേ? അതുപോലെ പലതരത്തിൽ നമ്മളറിയാത്ത, നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള വലിയ ചതികൾ പതിയിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഈ സിനിമ. മമ്മൂക്ക, അതായത് പടയോട്ടത്തില് ഉദയയുടെ ബാനറിൽ നിങ്ങൾ രണ്ടാളും ചെയ്തതാണ്. ഹരികൃഷ്ണൻസില് ഫാസിൽ സാറിന്റെ ഡയറക്ഷനിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്തതാണ്. ഈ രണ്ട് ബ്രാൻഡിന്റെയും നെക്സ്റ്റ് ജനറേഷന്റെ കൂടെ വീണ്ടും യു ഗൈസ് ടുഗെദർ. നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ആ ബ്രാൻഡുകളുടെ മക്കൾ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതിന്റെയും കൊച്ചിന്റെയും മക്കളുടെ കൂടെ അഭിനയിക്കാം. ഐസ് ഒന്ന് വളർന്നു വന്നോട്ടെ. ഞാനിതുവരെ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. പകരം വെക്കാനുള്ള കാര്യം എന്റെ ചാക്കോച്ച, മഹേഷ് നാരായണൻ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ടേക്ക് ഓഫ്, മാലിക്, സിയുസൂൾ, അറിയിട്ട് അല്ല, ഞാനല്ല, എല്ലാത്തിലും പ്രേക്ഷകരെ ഇമോഷണലി ലോക്ക് ചെയ്യാം. അത്തരത്തിൽ അത് ഏത് തരം പശ്ചാത്തലത്തിൽ എടുത്താണെങ്കിലും ഏത് സ്കെയിലിൽ എടുത്താണെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പാട്രിയോട്ടിൽ അങ്ങനെ പ്രേക്ഷകനെ ഇമോഷണലി ലോക്ക് ചെയ്യുന്ന ഒരു സിനിമയാണോ? തീർച്ചയായിട്ടും. അതും അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവത് മഹേഷിൻ്റെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷണൽ കോഷ്യൻ്റ് അത് ഏറ്റവും നല്ല രീതിയിൽ ഫോർട്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീഷ്യനാണ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററാണ്. അത് മഹേഷിൻ്റെ സിനിമകളിലൊക്കെ നമുക്ക് ടെക്നോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഇമോഷണൽ ഫാക്ടറാണ് പുള്ളി അതിൽ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹേഷ് നാരായൺ സിനിമകളിൽ ആ ഒരു ഇമോഷണൽ കോഷ്യൻ്റ് തീർച്ചയായിട്ടും പേട്രിയോട്ടിൽ നമുക്ക് വേറൊരു സ്കെയിലിൽ ഫീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
രവതി മാം സംവിധാനം ചെയ്തിട്ടുള്ള ഫിർമിലേങ്ക പോലെയുള്ള ചിത്രങ്ങൾ സോഷ്യലി ഒരുപാട് കണക്റ്റ് ആവുന്ന ഫിലിംസ് ആണ്. ഇപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം മാം ആസ് എ ഡയറക്ടർ, ആസ് എ ക്രിയേറ്റർ, മാമിന് ഉള്ള ഈ ഒരു മൂവിയിലെ ഒരു പൊളിറ്റിക്സ് എന്താണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാട്രിയറ്റ് മൂവിയിൽ? ഓക്കെ, ഫസ്റ്റ്ലി ഞാനൊരു ആക്ടറാണ്. സോ ആ ആക്ടറായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ഡയറക്ടറായിട്ട് ഒരു കാര്യം ഞാൻ ചിന്തിക്കാറില്ല. ഐ ജസ്റ്റ് കം ആൻഡ് എൻജോയ് മൈസെൽഫ്. എനിക്കൊരു ലക്ഷറി ഫീലിംഗ് ആണ് ആക്ടറായിട്ട് വരുമ്പോൾ. നമ്മൾ പറയുന്നത് കേൾക്കുക, അത് നമ്മൾ നല്ലോണം ചെയ്യുക. മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സോഷ്യലി ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളിൽ നടക്കുന്ന ഒരു കഥയാണ് അത്. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി അറ്റ് ദ മൊമെൻറ്റ്. ആൻഡ് മഹേഷ് എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ട പടങ്ങളെല്ലാം ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. സോ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിലൂടെ ഒരു കഥ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഓഫ് കോഴ്സ് the creator, the technician, everything comes out in the movie. So I feel that yes, it will be very interesting. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് because of technology is great if used well, but if it is misused, it can be really bad. So അത് തന്നെയാണ് നമ്മൾ ഈ പടത്തിലും കാണാൻ പോകുന്നത്. And I think I love it. It's very relevant. എല്ലാവരോടുമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ അടുത്ത് അവരോടും കൂടെ ഉണ്ടോ? അല്ല, ഇവരില്ല, നിങ്ങളോട് മാത്രം. ഈ അടുത്ത് ബിപിൻ ചന്ദ്രൻ എഴുതിയ, മമ്മൂക്കയെ പറ്റി എഴുതിയ മഹാനടൻ എന്നുള്ളൊരു പുസ്തകം വായിക്കേണ്ടായി. അപ്പം അതിനകത്ത് MT ഇദ്ദേഹത്തെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നായർ സാബ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മിലിറ്ററി വാക്ക് ചെയ്ത് നടക്കണമല്ലോ. അപ്പോൾ മമ്മൂക്ക മിലിറ്ററി വാക്ക് ചെയ്ത് നടക്കുന്നത് കണ്ടിട്ട് ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അപ്പോൾ മമ്മൂക്ക വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇത് ശരിക്കൊന്ന് മിലിറ്ററി വാക്ക് ഒന്ന് എനിക്ക് ശരിക്കും കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇത് കാണിച്ചു കൊടുക്കുകയും പിന്നെ ടേക്കിന് മമ്മൂക്ക ശരിക്കും പ്രോപ്പറായിട്ട് മിലിറ്ററി വാക്ക് നടത്തിയിട്ട് അവിടെയുള്ള പട്ടാളക്കാർ മൊത്തം കൈയടിക്കുകയും ചെയ്തു. അതാണ് മമ്മൂക്കയുടെ അധ്വാനം. സൂക്ഷ്മ നിരീക്ഷണങ്ങളിലൂടെ അഭിനയത്തെ കണ്ടുപിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ സിനിമാ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ വിജയം എന്നൊക്കെ പറയുന്നത്. എല്ലാ ആക്ടേഴ്സിനോടാണ് ചോദ്യം. ഇപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് വേണം നിങ്ങൾക്ക് പല കാര്യങ്ങളും പിക്ക് ചെയ്യാൻ. ഇപ്പം നമുക്ക് നായർ സാഹിബിന്റെ എക്സാമ്പിൾ അവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എനിക്കൊരു ഇതുണ്ട്, ഞാൻ ഓപ്പോസിറ്റാണ് ചെയ്തത്. ഐ ഡയറക്റ്റഡ് മമ്മൂട്ടി ആസ് എ മിലിറ്ററി ഓഫീസർ വിതൗട്ട് എ ലെഗ്. യെസ്, അതിലെന്താ ചെയ്യാന്ന് മമ്മൂട്ടിക്ക് ഒരു ഫേവറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട് ഞാൻ ലെഫ്റ്റ് ഹാൻഡില് അവര് മറന്നുപോകും, ബട്ട് ഹി വിൽ റിമെമ്പർ വിച്ച് ലെഗ് ഇസ് അണ്ടർ തിങ് ടെസ്റ്റ് ഫോർ ഈ കാലാണ് ലിംബി എന്ന് നമുക്കറിയാം. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ചുമ്മാ ഒരു തിറാക്കി എന്ന പോലെ നമ്മള് ഈ കാലാണ് ആരാണ്. ഞാൻ കഴിഞ്ഞ ഷോട്ടിൽ ഇതായിരുന്നല്ലോ. അന്ന് ഇന്നത്തെ പോലെ മറ്റേ ഇതൊന്നുമില്ല. ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മള് പണി. ഈ കാലിന്റെ എക്സ്പ്ലോഷൻ, ഒരു ഗൺ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അന്ന് റംസാനായി ഹീസ് ഫാസ്റ്റിംഗ് ആൻഡ് ഞങ്ങൾ ഇത് സെറ്റപ്പ് ചെയ്ത് മഴ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വാഴത്തോട്ടത്തിന്റെ ഉള്ളിലൊക്കെ പോയി ഷൂട്ടിംഗ് ഒക്കെ ചെയ്യും. കാല് കുഴിച്ചിട്ട് അപ്പൊ കാല് മുറിച്ച് പോയിട്ട് ഒരു ഡിച്ചിന്റെ ഉള്ളിൽ ഞങ്ങൾ ഡിഗ് ചെയ്തിട്ട് ആ കാല് വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ മേക്കപ്പ് ഇട്ട കാലിൽ ഹി ഹാസ് ടു സ്ക്രീം ആൻഡ് ഷൗട്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെല്ലെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് 1 മണിക്ക് ഇത് തീരുന്നതാണ്. എല്ലാം കറക്റ്റായിരുന്നു, എല്ലാം സെറ്റപ്പ്. പക്ഷേ പമ്പ് ഫോർ ദ റെയിൻ ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ അത് റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഗോയിങ് പാസ്റ്റ് ആൻഡ് ഗോയിങ് ടു 2:30. He's saying, no, it's okay, don't worry. Anyway, I'm not eating. And then rest of the unit wants to eat. നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഇത് ശീലാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാം. So he's sitting, we are all eating, and then we are going to finish the last set of shots. അദ്ദേഹം വളരെ കൂളായിരുന്നു ഫിനിഷ് ചെയ്തിട്ട്. Then he took me to his house and he broke fast. കുളിച്ചിട്ട് ഈ ചളി എന്നൊക്കെ മാറ്റി had prayed and then we all ate together. അത്രേ ഒരു ഡെഡിക്കേഷനാണ്. വെദർ ഇറ്റ് ഈസ് റംസാൻ ഫാസ്റ്റിംഗ് ഓർ നോട്ട്, ഹി വിൽ do what he has to do. In this film, Mammootty has come back and the whole night he has been dumped in wiping guy and
അതായത് ഇപ്പോൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമുക്കൊരു മടുപ്പ് വരും. എല്ലാ ദിവസവും ഒരു ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ വരും. അത് സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ. ഇതിപ്പോൾ നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ്, നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, ഇതൊക്കെ മാറ്റിയിട്ട് ഇത് ചെയ്യണ്ടേ, ഒരു 4 പതിറ്റാണ്ട് ചെയ്യണ്ടേ? എന്താ അതിൻ്റെ ഇന്ധനം? എന്നും ചെയ്യുന്ന ഒരു ജോലിയല്ല. ഓരോ ദിവസവും ഓരോ ആളല്ല, ഓരോ ആളാണ് correct. ഓരോ സ്ഥലമാണ്, ഓരോ അച്ഛനും അമ്മയാണ്, ഓരോ സുഹൃത്തുക്കളെ, എല്ലാം വേറെ വേറെ അല്ലേ. കുറഞ്ഞത് 1 മാസമെങ്കിലും 2 മാസമെങ്കിലും. 2 മാസം കഴിയുമ്പോൾ വേറെ ആൾക്കാർ വരില്ലേ? അത്രയും വെറൈറ്റി വേറെ ജീവിതത്തിലൊന്നും. അതെ, ഒരേ ഡെസ്കും ഒരേ കമ്പ്യൂട്ടറും ഒരേ അല്ലല്ലോ. കമ്പ്യൂട്ടറും ഒരേ സീനും ഒരേ ഫയലും അല്ലല്ലോ. നമ്മുടെ ഓഫീസിലാണെങ്കിൽ തന്നെ ഒരു ഫയൽ 5ഉം 10ഉം മാസം ഇരിക്കുമോ? ഇതുപോലെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് എല്ലാ ദിവസവും പുതിയ ദിവസങ്ങളാണ്, പുതിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കഥാപാത്രം ഒന്നാണെങ്കിലും കഥ ഒന്നാണെങ്കിലും കൂടഭിനയിക്കുന്ന ഒന്നാണെങ്കിലും നമ്മൾ അഭിനയിക്കുന്നത് പുതിയ ദിവസം പുതിയ അഭിനയമാണ്. ഇന്നലെ അഭിനയിച്ച പോലെയല്ല, ഇന്ന് വേറെ അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പുതിയതാണ്. അതായത് നമുക്ക് ഓരോ ഷോട്ട് അഭിനയിക്കുന്നതിന് മുമ്പും ഒരു ടെൻഷനുണ്ട്, ഒരു ബ്ലഡ് പ്രഷർ കയറുന്നുണ്ട്, ഇങ്ങനെ കയറും. അപ്പോൾ ഏത് ഇമോഷനായാലും ശരി, ഈ ബ്ലഡ് പ്രഷർ കയറിയ ഇമോഷൻ ആദ്യം നമ്മൾ മറയ്ക്കണം. നമുക്കുള്ളൊരു ടെൻഷൻ നമ്മുടെ മനസ്സിലുള്ളത് മറിച്ചിട്ടുള്ള സമയമുണ്ടല്ലോ, എന്നിട്ടാണ് നമ്മൾ കഥാപാത്രമാകുന്നത്. ഈ കഥാപാത്രം ആകുന്നതിനും ഈ ബ്ലഡ് പ്രഷറും ആകുന്നതിനും ഇടയ്ക്കുള്ള ഒരു അഭിനയമാണ് ഏറ്റവും വലിയ അഭിനയം. നമ്മൾ നോർമലാകുക, നമ്മൾ നോർമലായിട്ടല്ലേ അഭിനയിക്കുക. ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല, നമ്മൾ എക്സംപോറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്ത് സംസാരിക്കും. മറ്റേ അതല്ല, ക്യാമറ ഓടുന്നു, ഇത്ര ആൾക്കാർ നോക്കിയിരിക്കുന്നു, ലൈറ്റ്, കോർട്ടിസ്റ്റ് എല്ലാവരും. ഒരാൾ തെറ്റിച്ചാൽ കുഴപ്പമാവും. ഈ ടെൻഷനൊക്കെ ഉള്ളത് വെച്ചിട്ട് ഇത്ര കൂടായിട്ട് അഭിനയിക്കുന്ന പോലെ തോന്നുന്നത് തന്നെയാണ് ഏറ്റവും വലിയ. രേവതി മാം, ആക്ച്വലി ചാക്കോച്ചന് നമ്മൾ മുന്നേ കുറച്ച് ഇപ്പോൾ ഒരു പടം ഇറങ്ങി, ഒരു ദുരൂഹ സാഹചര്യത്തിലൊക്കെ ഇറങ്ങി, പുള്ളിനെ കാണുമ്പോഴേക്കും നമുക്ക് പേട്രിയോട്ടിന്റെ വിശേഷങ്ങളാണ് കൂടുതൽ ആൾക്കാർക്കും ചോദിക്കാനുള്ളത്. അപ്പോൾ അതിൽ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ മൂവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, യു ഹാവ് ടു സീ ഇറ്റ്, യു ഹാവ് ടു ഫീൽ ഇറ്റ്, മേ ബി ദിസ് ഇസ് ഗോണ ബി ദ നെക്സ്റ്റ് ലാൻഡ്മാർക്ക് ഇൻ മലയാളം സിനിമ അല്ലെങ്കിൽ എൻറ്റയർ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ മനുഷ്യരും നമ്മളോട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിനോട് യെസ് പറയണമെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ഈ ഒരു കഥ മാമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പേട്രിയോട്ടിന് മാം യെസ് പറഞ്ഞതിൻ്റെ ആ ഒരു റീസൺ അതെന്താണ്? ഞാൻ മഹേഷിൻ്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് ഹിം ആസ് എ ഫിലിം മേക്കർ. ആൻഡ് എനിക്ക് അദ്ദേഹം ചെയ്ത എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ ഈ പടം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആദ്യം ആക്ച്വലി ഞാൻ പറഞ്ഞു, മഹേഷ് എന്തിനാ ഞാൻ ഈ ക്യാരക്ടർ ചെയ്യേണ്ടത്, കുറച്ച് 3-4 ദിവസങ്ങളേ ഉള്ളൂ, എനിക്ക് കുറേ കൂടി ബെറ്റർ നല്ലൊരു വലിയ ക്യാരക്ടർ തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചതാണ് ആദ്യം. പിന്നെ അഫ്കോഴ്സ് ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, എനിക്ക് കുറച്ചും കൂടി നല്ലൊരു വലിയ ക്യാരക്ടർ തരുന്നു. അപ്പോൾ പിന്നെ മഹേഷ് പറഞ്ഞു, അല്ല ഐ ഫീൽ ചേച്ചി ഇതിൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, ബട്ട് ഐ ന്യൂ അതിൽ വാട്ട് എവർ ലിറ്റിൽ ഇസ് ദെയർ. മഹേഷ് എനിക്ക് ഫ്രീഡം തന്നു ആ ക്യാരക്ടറിന് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനായിട്ട്. സോ അതിൽ ഐ റിയലി എൻജോയ്ഡ്. നമുക്ക് പറഞ്ഞ പോലെ ഹീസ് വെരി ഷുവർ എന്താ വേണ്ടതെന്ന് മഹേഷിന് അറിയാം. അപ്പം നമുക്ക് അതങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു ഡയറക്ടറിന് എന്താ വേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. പക്ഷേ ഈ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് എ ലിറ്റിൽ റോൾ, ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് റോൾ. ബിഗ് റോൾ, ലിറ്റിൽ ബിഗ് റോൾ. അതാന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ്. അതായത് മേ ബി ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ഉള്ളത്, ഇതിൻ്റെ ട്രിഗർ, സിനിമയുടെ കഥയുടെ ട്രിഗർ ഈസ് ഇൻ ഹാൻഡ്സ്. നിങ്ങൾ വലിച്ചു വിടുന്ന ട്രിഗറിലാണ് സിനിമ. The fuse of the nuclear bomb. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളല്ലേ. സോ സച്ച് ഇമ്പോർട്ടൻ്റ് റോൾ. ആൻഡ് ഷീ ഈസ് ബീങ് മെൻഷൻഡ് സോ മെനി ടൈംസ്. ഞാനൊരു ലോങ് സോളിലോക്കി തന്നെ പോകുന്നു. അതൊന്നും കണ്ടിട്ടില്ല. ത്രൂ ഔട്ട് ഉണ്ട്. അപ്പോൾ അല്ലെ, ഒരു ഫാക്ടർ ത്രൂ ഔട്ട് ഉണ്ട്. ഒരു ഡയലോഗ് ഞാൻ പറയാം, എന്താണെന്നൊന്നും പറയില്ല, അതവിടെ ഇരുന്നോട്ടെ. അതവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ കാവലുണ്ടാവും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ആരാണ് അവർ? എന്താ ഒരു എക്സൈറ്റ്മെന്റ് കാണാം അല്ലേ, 1-ാം തീയതി കാണാം. അതെന്താ ഇപ്പൊ പറയാൻ പോയി, ഇപ്പൊ ആൾക്കാർ വിചാരിക്കൂലേ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ. പറഞ്ഞതാ. ഞാൻ പോടും. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല എന്നൊക്കെ. എന്ന് വെച്ചാൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, സിനിമ ആൾക്കാർ വരണ്ടേ, ഇങ്ങനെ അത് കൊടുത്തല്ലേ നിർത്താൻ പറ്റുള്ളൂ. ചാക്കോച്ച, ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന കഥാപാത്രത്തിൽ നിന്ന്
മാറ്റി ചെയ്യാന്ന് ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് ഈ ഒന്ന് സിനിമയിൽ ചാക്കോച്ചൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള നടനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചോക്ലേറ്റ് ബോയിൽ നിന്ന് ഇപ്പോഴത്തെ നടനിലേക്കുള്ള ഒരു മാറ്റം ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് വർഷങ്ങളായിട്ട്. അതിന് പല നടന്മാരെയും ഇൻസ്പയർ ചെയ്തേ ഇരിക്കുന്ന മമ്മൂക്ക തന്നെയാണ്. ഈ ഒരു മാറ്റത്തിന് എങ്ങനെ മമ്മൂക്ക ഇൻസ്പയർ ആയിട്ടുണ്ടാവുക? മമ്മൂക്കൊക്കെയാണ് കോപ്പി റൈറ്റ്. അതിപ്പോൾ മലയാളികൾ ഇപ്പം എൻ്റെ ജനറേഷൻ തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള രണ്ട് പ്രതിഭകളാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഞാൻ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ഇവർ രണ്ടുപേരും തന്നെ ആവാം. ഞാൻ ഇരിക്കട്ടെ പറഞ്ഞോട്ടെ. അതിപ്പം ഉദയയുടെ സിനിമകളിൽ മമ്മൂക്കയും ലാലേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ള സിനിമയിൽ ലാലേട്ടനുണ്ട്. ഉദയ സ്റ്റുഡിയോയിൽ നടന്നിട്ട് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള മമ്മൂക്കയും ലാലേട്ടനും ഉണ്ടായിട്ടുണ്ട്. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ഇത് സിനിമയിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും. സിനിമയിൽ വന്നതിന് ശേഷം അത് കൂടുതൽ പ്രകടമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ രേവതി മാം പറഞ്ഞ പോലെ മമ്മൂക്ക എപ്പോഴും റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേർഷൻസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരികയാണ്, ചെയ്ത് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്നിട്ടുള്ളവരാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തേജനമാണ്, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമാണ്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. താങ്ക് യു. ഇവിടെ അടുത്തിരിക്കുന്നത് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ട് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ പറഞ്ഞു പഠിപ്പിച്ചായിരിക്കും. പ്രഥമ ശിഷ്യൻ ഇരിക്കുന്ന ശിഷ്യൻ. അല്ല, എനിക്ക് രാജീവേട്ടനോട് വേറെ കാര്യം ചോദിക്കണം. ആഹാ, അങ്ങനെയാ ക്യാമറ തെറ്റിയ നമ്മൾ ഹരികൃഷ്ണൻസിൽ ആദ്യം എനിക്കത് കേൾക്കാണ്. അതിന് മുമ്പ് ശരിക്കും ഞാൻ കേട്ടറിവിച്ചിട്ടുള്ളതാണ്. റോജ എന്നുള്ള സിനിമയിൽ അരവിന്ദ് സ്വാമി ചേട്ടന് പകരം രാജീവ് മേനോൻ ചേട്ടനെയാണ് സജസ്റ്റ് ചെയ്തത്. അരവിന്ദിന് ടെൻഷനായിട്ട് അപ്പം അന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഹരികൃഷ്ണൻസിൽ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് വീണ്ടും അതേ സെറ്റിൽ വന്നിട്ട് ഇനിയൊക്കെ അഭിനയിക്കൊണ്ട് നമ്മൾ വേണമെന്നായി. അതെന്താ അങ്ങനെ? എന്താ എൻ്റെ കാരണം? അത് ഈ തമിഴിലൊരു ലൈനുണ്ട് വൈരമുത്തുവിടെ, വട്ടം ഒരു വട്ടത്തിൽ എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ വന്ന് ലൂപ്പാണ്. ഇതൊന്നും മാറുന്നില്ല. ഐ തിങ്ക് earlier question about പുതിയ റോൾസ് മമ്മൂക്കയോട് വരുന്നത്, ഐ തിങ്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലസസ് ദാറ്റ് ഹസ് ഹാപ്പൻഡ് ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം ഇസ് ദ ഡെത്ത് ഓഫ് ദ ലവ് സ്റ്റോറി. യെസ്, ഡെത്ത് ഓഫ് ദ ലവ് സ്റ്റോറി മീൻസ് ഇപ്പോൾ അവർക്ക് വേറെ സ്റ്റോറീസ് കണ്ടുപിടിക്കും. ആൻഡ് ദാറ്റ്സ് വൈ എല്ലാ സ്ഥലത്തും ഇനി സയൻസ് ഫിക്ഷൻ ഉണ്ടാവും, എല്ലാ ടൈപ്സ് ഓഫ് ഫിക്ഷൻ ഇൻ ഒരു ഡിഫോൾട്ട് മോഡായിരുന്നു പ്രേമം. ഐ തിങ്ക് ഓഡിയൻസിനും ഇപ്പം അത്രയും പ്രേമത്തിൻ്റെ വിശ്വാസവും ഇല്ല. ആൻഡ് ഇപ്പോൾ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. അതുകൊണ്ട് ആ സമയമൊക്കെ വേറെ എന്തെല്ലാം കാര്യങ്ങളെന്നുള്ളത് പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറയാനല്ലോ, പാട്ടൊന്നും പാടി പറയേണ്ട. ഞാനൊക്കെ രക്ഷപ്പെട്ടു. അല്ല, ഈ സിനിമയിൽ എനിക്കൊരു പാട്ടുണ്ട് കേട്ടോ. റൊമാൻറ്റിക്സ് ആണ്. എവിടെ കറങ്ങി കിടക്കുമ്പോൾ പുറയുന്ന ആരോ പാടുന്നതാണ്. അങ്ങനെ പാടേണ്ട ചാക്കോച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഈ ചോക്ലേറ്റ് ഇമേജ് മാറാൻ വേണ്ടിട്ട്. അത് സൈക്കോ കില്ലർ ആവുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, കുഴിയിൽ വീഴുന്നു, കള്ളനാവുന്നു, കുടിയനാവുന്നു, അങ്ങനെ പല എന്തൊക്കെ ചെയ്തിട്ടും അവസാനം കറങ്ങി തിരിഞ്ഞ് പിന്നെയും ചോക്ലേറ്റ് പോയി. പക്ഷെ അതല്ല, ഇത് ഐറ്റം വേറെയാണ്. സിനിമ കാര്യം ലവ് സീനാണെങ്കിലും അത് പറയാൻ പറ്റാത്ത ഭയങ്കര രഹസ്യം അതിന്റെ പുറകെ സിനിമ കാണുമ്പോൾ ഇത്രയും ശ്രീജനങ്ങളുടെ ഇടയ്ക്ക് താങ്കൾ ഒറ്റയ്ക്കിരിക്കുന്നു. ഞാൻ വല്ലതും ചോദിച്ചോ? ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. ഏതാണ്ട് ആ ലൈനിലുള്ള പരിപാടിയാണ് എന്റർടൈൻമെന്റ്. ഞാൻ പറയട്ടെ 1-ാം തീയതി കാണട്ടെ ആൾക്കാർ. അപ്പൊ പിന്നെ മറ്റേ അവനെ ചോദിക്കരുത്. ഇല്ലേ, എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ നമുക്കിൻ്റെ അടുത്ത് ചോദിക്കാൻ പോവാണ്. അവരോട് ചോദിക്കും. അവരോട് എന്ത് ചോദിക്കാൻ? അവർക്ക് എല്ലാം അറിയുന്ന ഒരു ജനറേഷൻ അല്ലേ നമുക്ക്. ഐ മീൻ ആസ് എൻ ആക്ടർ, ബിക്കോസ് നമ്മളെല്ലാവരും എക്സ്പെരിമെൻറ്റ് ചെയ്ത് കുറേ വർഷങ്ങളുണ്ട്. ബട്ട് ഇപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഫിലിംസ് ഉണ്ടല്ലോ, ഐ ഫീൽ ദറ്റ് നിങ്ങൾ തന്നെ യു ആർ ഡിസ്കവറിങ് യുവർ സെൽഫ് ഇൻ ഡിഫറെൻറ്റ് റോൾസ്.
ആൻഡ് ഭയങ്കര കറേജിയസ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് മേക്കിംഗ് യു ഡു ദാറ്റ്? ഐ എം എൻജോയിങ് ദിസ് ഫേസ് ഓഫ് യോഴ്സ്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അന്ന് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, അധികം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു പടം കൂടെ വേണം. അപ്പോൾ പല കോടീശ്വരന്മാരും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും നമ്മൾ മൃഗയ പോലുള്ള സിനിമകളൊക്കെ ചെയ്തു, അതെ, കുറേയേറെ അങ്ങനെ വന്നതൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടെ ഓഡിയൻസ് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡോ അല്ലെങ്കിൽ ഡെവലപ്ഡോ എക്സ്പെരിമെന്റ്സ് ഇവോൾവ് ആയിട്ടുണ്ട് അവർ കുറച്ചുകൂടെ സിനിമയെ പറ്റി. അപ്പം നമുക്ക് എന്ത് കൊടുത്താലും വേറെ ഓക്കെ, ഇഫ് ഇറ്റ്സ് ഗുഡ്. ആ ഒരു ധൈര്യമാണ്. പിന്നെ പ്രൊഡക്ഷൻ മിക്കവാറും ഞാൻ തന്നെയായി. ശരിക്കും ഇങ്ങനൊരു സെറ്റിൽ അഭിനയിക്കുമ്പോഴേ ഈ ആക്ടർ എന്നുള്ളൊരു സംഭവമായിരിക്കുമോ ഡൊമിനേറ്റ് ചെയ്യുക, അതോ ഒരു ഫാൻ ഗേൾ എന്നുള്ളൊരു സംഭവമായിരിക്കുമോ ഡൊമിനേറ്റ് ചെയ്യുക കൂടുതലും? എന്തൊക്കെ ടേക്ക് അവേസ് ആയിരിക്കും ഇവിടെ? അല്ല, കൂടെ അഭിനയിച്ചാൽ ഞാൻ അപ്പം പ്രശ്നമൊന്നുമില്ല, ഭാരമൊന്നുമില്ല. രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഫാൻ ഗേൾ നമ്മൾ ഫ്രെയിമിൽ ഇല്ലാത്ത സമയത്ത് ഫാൻ ഗേൾ ആണ്, ഫ്രെയിമിലുള്ളപ്പോൾ ആക്ടറാണ്. ആൻഡ് അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ഐ ഫീൽ വെരി വെരി ഹാപ്പി. ആൻഡ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന പല പല മൂമെന്റ്സും പേട്രിയറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ലൈഫ് ഫുൾ സർക്കിൾ മൂവ്മെന്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ സിനിമയിലേക്ക് കയറി വരുന്ന സമയത്ത് ഓഡിഷനൊക്കെ കൊടുക്കുന്ന ഒരു പെർഫോമൻസ് വീഡിയോ മതിലുകൾ എന്ന സിനിമയിലായിരുന്നു. അപ്പോൾ ആ സീൻ എടുത്ത് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഇത് ഒരു 7-8 വർഷം മുമ്പായിരുന്നു. ആൻഡ് ആ സീൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഓഫ് കോഴ്സ് മമ്മൂക്കയോട് പെർഫോം ചെയ്യാൻ പറ്റും. ഇത് സംഭവിക്കുന്നതിൻ്റെ ഒരു വലിയൊരു it's a huge dream come true for me. So that way it's been a full circle moment for me also. Happy ആണ്. സിനിമ എല്ലാവരും ഇതുവരെ പറഞ്ഞില്ല കേട്ടോ, ഇത് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സർപ്രൈസ്. ഈ ജനറേഷനിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോൾ അവർക്ക് ഈവൻ ഇഫ് ദർ ഇസ് എൻ അഡ്മിറേഷൻ, അതൊക്കെ വിട്ട് തള്ളിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു കഴിവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. യുനോ ദേ സോ സിമ്പിൾ ആൻഡ് നൈസ്. അന്നത്തെ കാലത്ത് നമ്മൾ യെസ് മാം യെസ് സർ എന്നൊക്കെ അതൊന്നും ഇല്ല. യുനോ അവരുടെ സ്പേസിൽ അവർ നിൽക്കുക, നമ്മുടെ സ്പേസിൽ നമ്മൾ നിൽക്കുക. ഐ തിങ്ക് ദാറ്റ് ഈസ് ഗുഡ്. അതാണ് പ്രൊഫഷണലിസം. ആ ഒരു പ്രൊഫഷണലിസം എവിടെയോ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് നമ്മളൊക്കെ വന്ന കാലത്ത് നമ്മൾ സിനിമയിലാണ് ആദ്യം അഭിനയിക്കുന്നത്. ഇവർ എല്ലാ മീഡിയവും കഴിഞ്ഞിട്ടാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ അവരൊരു സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ സാധനം ഇല്ല. ദേ ആർ യൂസ് ടു ദ മീഡിയ. അബ്സല്യൂട്ട്ലി. ഇല്ലേ, നമ്മൾ അവരോട് അങ്ങനെ അല്ലേ പെരുമാറും. അതെ, നമ്മൾ അവരെ നല്ലോണം ട്രീറ്റ് ചെയ്യില്ലേ, അവർക്ക് ഒരു പേടി ഉണ്ടാക്കൂല്ലോ നമ്മൾ. ഇല്ല ഇല്ല. കാരണം ടേക്ക് കൂടുതൽ എടുക്കേണ്ടി വരും. എന്തിന് അങ്ങനെ ട്രീറ്റ് ചെയ്തില്ലേ? അതാണോ? അതുകൊണ്ടാണോ? അതൊന്നും കാര്യം നടത്തി വീട്ടിൽ പോകും. അതാ ഞാൻ പറഞ്ഞു. അങ്ങനൊരു സാധനം നന്നാവണ്ടേ. സാർ, ഒരു ചോദ്യമുണ്ട്. 1-ാം തീയതി മെയ്. അതായത് ഇപ്പോൾ ഞങ്ങൾ ഈ 9 പേര് ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഞങ്ങളുടെ ഇടയിൽ ഒരേ ജോലി ചെയ്യുന്ന, ഒരേ കാര്യം ചെയ്യുന്ന ആളുകൾ തമ്മിൽ അറിയാതെയെങ്കിലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട് ഞങ്ങൾ ഇത്രയും ആളുകൾ തമ്മിൽ. അതിപ്പോൾ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ നമുക്ക് പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്ക് ഒരാളെ അറിയാലോ, ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ആൾ വരും. അങ്ങനെ ഒരാളെ വിളിക്കുകയാണ്. അത് സഹോദരനായ ശ്രീ മോഹൻലാലിനെയാണ്. ഈ ഒരേ രീതിയിൽ ജോലി ചെയ്ത 2 ആളുകൾ തമ്മിൽ ഒരു തരിമ്പ് പോലും മത്സരമില്ലാതെ, ഇപ്പോൾ ലാലേട്ടനോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നു മമ്മൂട്ടിക്കായിട്ട് ഒരിക്കലും മത്സരമില്ല, സ്നേഹം മാത്രം. ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വർഷക്കാലം നടത്തുന്നത്? മത്സരിക്കേണ്ടാത്തതിൻ്റെ ഒരു കാര്യം അറിയൂ, ഞങ്ങൾ രണ്ടുപേരും ഒരു പടത്തിൽ ഒരു റോളല്ല അഭിനയിക്കുന്നത്, വേറെ വേറെ റോളാണ്. പുള്ളിയുടെ റോള് പുള്ളി അഭിനയിച്ചോളൂ, ഞാൻ എത്ര അഭിനയിച്ചോളൂ, പിന്നെ ഇതിനാ മത്സരം. മമ്മൂക്ക ഈ ഇടയ്ക്ക് ഇപ്പം ഒരു വാമ്പറായിട്ട് അഭിനയിക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഈ ഒരു 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മമ്മൂക്കയ്ക്ക് ഇനിയും ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള എന്തെങ്കിലും? ഞാനിതൊരു ഒന്നും ആയിട്ടില്ല. ഇതിലേക്ക് ആകണ്ടേ, നിങ്ങൾ അതിന് നിരുത്സാഹപ്പെടുത്തട്ടെ, അതിന് രക്ഷപ്പെടട്ടെ. മമ്മൂക്ക വെച്ച് ഒരു പടം ചെയ്യേണ്ടതാണ്. അത് അതിന് മേക്കപ്പ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ബെഞ്ചമിൻ ബട്ടൺ. അതിങ്ങനെ യങ്ങറായി വരുന്ന ഒരു ക്യാരക്ടർ. വളരെ ഈസിയായി മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന കേൾക്കണ ഡയറക്ടേഴ്സ് പ്ലീസ്. ഇവിടുത്തെ ഒറിജിനൽ ബെഞ്ചമിൻ ബട്ടൺ ആണ്. ഡേ സ്പെഷ്യൽ ആയിട്ടാണ് നിങ്ങളുടെ വിമൻസ് ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ആയത്. അതിൽ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ പോർട്രേ ചെയ്യുന്നതാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 4 ഹീറോസ് ഒന്നിച്ചെത്തുന്ന പടത്തിനോടൊപ്പം തന്നെ സ്ത്രീ പ്രാധാന്യത്വമുള്ള സിനിമയാണ് ഇത്. ഐ തിങ്ക് മരീഷേട്ടൻ്റെ എല്ലാ പടത്തിലും
ഭയങ്കര ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും യു നോ ദോസ് പീപ്പിൾ, യുനോ ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി, അവരുടെ റീസണിങ് ഒക്കെ നമുക്ക് ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് എ വൺ സീൻ ക്യാരക്ടർ, ദാറ്റ് ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ദ ഫിലിം. അപ്പോൾ ഇതിൽ സ്പെസിഫിക്കലി ഇത്രയും ആക്ടേഴ്സ് ഉണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് മഹേഷ് ഏട്ടൻസ് ഫോർട്ടെ. ഇത്രയും ആൾക്കാർ ഐ തിങ്ക് ഓൺലി ഹീ കുഡ് ഹാവ് ഡൺ ജസ്റ്റിസ് ടു. ഞാൻ വായിച്ചപ്പോൾ ആക്ച്വലി ഐ തിങ്ക് ഇനിഷ്യലി വായിക്കുമ്പം ഓർ കഥ മഹേഷ് ഏട്ടനോട് പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ് വാസ് മമ്മൂക്ക ആൻഡ് ഫഹദ് ഉണ്ടെന്നോ അങ്ങനെ അത്രയും ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. സ്ലോലി ന്യൂസിലാണ് ഞാനിങ്ങനെ ഓരോരുത്തരും ഇവരുണ്ട്. സോ ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ് ദാറ്റ് എനിക്ക് ഈ പടത്തിന്റെ ഭാഗമാവാൻ പറ്റിയതും. ഐ ഡിഡ്ന്റ് ഹാവ് സീൻസ് എ ലോട്ട്. ചാക്കോച്ചൻകൂടിയായിരുന്നു മെയിൻലി. സോ ഇറ്റ്സ് വെരി നൈസ്. രാജൻ മേനോൻ എന്നുള്ള ഡയറക്ടറിനെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറിനെ മലയാളികൾക്ക് പരിചയമുള്ളതിനേക്കാൾ കൂടുതൽ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ഗുപ്തനായിരിക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 28 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇതേ ഒരു കൂട്ടുകെട്ടിൽ, അല്ലെങ്കിൽ ചാക്കോച്ചനുണ്ട്, മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ഫസിക്കയുടെ മോരുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചില്ല. മഹേഷ് സ്ക്രിപ്റ്റ് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട്, പക്ഷെ സെറ്റിൽ വന്നപ്പോഴാണ് ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കുറേ കൊല്ലം മുമ്പിൽ നടന്നതാണെന്ന്. ബട്ട് ഇറ്റ്സ് ഐ ഡോണ്ട് നോ വെദർ ഐ എം വെരി ഹാപ്പി. ഞാനൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഹരികൃഷ്ണനിൽ ആക്ട് ചെയ്തത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഐ ക്ലിയർലി ഡിസൈഡഡ് ഐ ഡോണ്ട് വാണ്ട് ടു ആക്ട്. It's not some kind of a happy swapnam that I have. It was I was struggling, എന്താ ചെയ്യേണ്ട, മൈ ഗോഡ് ആക്ടിങ് ഇസ് സോ ഡിഫിക്കൽട്ട് എനിക്ക് തോന്നിയ ഒരു ഫേസാണ് അത്. പക്ഷേ ഐ തിങ്ക് ദ സ്ക്രിപ്റ്റ് വാസ് വെരി ഇൻട്രിഗിങ്. മഹേഷിൻ്റെ എല്ലാ പടത്തിലും ഈ ക്യാരക്ടേഴ്സ് ഒരുമാതിരി ബിസീജ്ഡാണ്. നമ്മൾ ഈ ലോക്ക്ഡൗണിൽ ലോക്ക് ആയ മാതിരി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ക്യാരക്ടേഴ്സ് ഗെറ്റ് ലോക്ക്ഡ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ്. ഇതിൽ ഹി മാനേജ് ടു ഗെറ്റ് the protagonist, antagonist, side characters, everybody is struggling to get out and ഒരു സർവൈവൽ മോഡിലേക്ക് പോവാണ്. സോ ദാറ്റ് സ്ക്രിപ്റ്റ് വാസ് ഫിനോമിനലി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇതെങ്ങനെയാണ് അയാൾ ചെയ്യാൻ പോണേ, എത്ര ആക്ഷനാണ് ഇത്, ജെയിംസ് ബോണ്ട് മീറ്റ്സ് ത്രില്ലർ മീറ്റ്സ് ബോൺ ഐഡൻറ്റിറ്റി, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഒരു ഭയങ്കര സ്കെയിലുള്ള പടം നടക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാട്ട് കിട്ടുന്നത് തന്നെ, if you get a junior artist role also, it's okay. സരീൻ പറഞ്ഞ മാതിരി ഇതെന്താ വരാൻ പോണേ, നമ്മൾ കൊളാവോ, മഹേഷ് ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ പാക്കപ്പ് ചെയ്ത് അയക്കുമോ, ഇതൊക്കെ തോട്ട്സ്. അപ്പം ഇവിടെ ഇരിക്കുന്ന കൊണ്ട് ഞാനും ചിലപ്പോൾ പാസ്സായി എന്നാ തോന്നുന്നു. ഈ സിനിമയുടെ വിശേഷം നമുക്ക് കൂടുതൽ അറിയാൻ ഈ വരുന്ന മെയ് മാസം മൊത്തം നല്ല ദിവസം സിനിമ ലോകമെമ്പാടും റിലീസ് ചെയ്യുകയാണ്. നിങ്ങൾ സിനിമ കാണണം. ഈ പറഞ്ഞ ഫാൻസ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചാക്കോച്ചൻ്റെയും എല്ലാവരുടെയും രേവതിയുടെയൊക്കെ ഫാൻസ്, എല്ലാവരും ഈ ഫാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും സിനിമയുടെ ഫാൻസാണ്. വേറെ ഒന്നിനും ഒരു ഈ സിനിമയുടെ ഫാൻസ് ആയിരിക്കും ഈ സിനിമ കാണാൻ വരുന്നത്. ഈ സിനിമയുണ്ടെങ്കിലേ ഉള്ളൂ ഈ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കാം. അപ്പോൾ ഒരു സിനിമയുടെ ഫാൻസാ, ഏതായാലും ഒരു സിനിമ കാണും. ഒരു ഇടയ്ക്കൊന്നൊരു രസത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നേ ഉള്ളൂ. ഒരു വെട്ടിക്കുത്തൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. ഓൾ ഫാൻസ് ഈ സിനിമ.